കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു മാസം 1.5 മാസത്തിലോളമായി ഈ ഓൺലൈൻ ബൈക്കുകൾ വലിയ രീതിയിൽ നിരത്തുകളിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിരത്തുകളിൽ പ്രത്യേകിച്ച് ഈ ഓട്ടോ ഡ്രൈവർമാരും ഒക്കെ ആയിട്ട്. അപ്പം ഇത്തരത്തിലുള്ള ബൈക്കുകൾക്ക് ശരിക്കും ഓടാനുള്ള പെർമിഷൻ ഉണ്ടോ? അങ്ങനെ പെർമിഷൻ ഉണ്ടെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഓടേണ്ടത്? തീർച്ചയായും ഇപ്പോൾ ഈ റീസെൻ്റ്ലി കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളത് അന്വേഷിച്ചപ്പോഴും ശരിക്കും ഇതിനൊരു അഗ്രിഗേറ്റർ ലൈസൻസ് ഉണ്ട്. അതായത് ഓൺലൈൻ ഈ ടൈപ്പ് സർവീസ് കൊടുക്കുന്നതിൽ നമുക്ക് ഒരു ലൈസൻസ്, അംഗീകൃത ലൈസൻസ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ആ ലൈസൻസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ ഈ തരത്തിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വാടകയ്ക്ക് പോകുന്നതിൽ ഒരു നിയമ വിരുദ്ധതയില്ല. അതിൽ ശരിക്കും യഥാർത്ഥത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബൈക്ക് ടാക്സികൾ എന്നാണ് അതിന് പറയുന്നത്. ബൈക്ക് ടാക്സികൾ, അതായത് ഒരു ബൈക്ക്, അതായത് 2 വീലർ നമ്മൾ ടാക്സി പെർമിറ്റിന് അപേക്ഷ കൊടുത്ത് ആ രീതിയിലേക്ക് ആ വാഹനം മാറ്റുന്നതിനാണ്, മാറ്റിക്കഴിഞ്ഞ ശേഷമാണ് അത് ബൈക്ക് ടാക്സികൾ എന്ന് പറയുന്നത്. അത് നമുക്ക് റെൻറ്റിന് അല്ലെങ്കിൽ റിവാർഡിന്, അതായത് ഹയർ ഓർ റിവാർഡ്, നമുക്കൊരു കൊമേഴ്സ്യൽ ആവശ്യത്തിന് അത് ഉപയോഗിക്കാം. ശരിക്കും ആ രീതിയിൽ ആ വാഹനം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നമ്മളെ പ്രൈവറ്റ് വാഹനങ്ങൾ, അതായത് പേഴ്സണൽ ഉപയോഗത്തിന് ഉള്ള വാഹനങ്ങളായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളൊക്കെ ഈ തരത്തിൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഉപയോഗത്തിന് വിരുദ്ധമായിട്ട്, അതിന് എന്താണോ അതിൻ്റെ പർപ്പസ്, അതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതാണ് അതിൻ്റെ നിയമലംഘനം. അത് ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പാടില്ല. അങ്ങനെ നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ എന്താണ് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ നടപടി എന്താണ്? അതിൻ്റെ RC പർപ്പസിന് വിരുദ്ധമായിട്ട് വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും RC ക്യാൻസൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകും. ഫൈൻ ഈടാക്കുകയും ചെയ്യും. അതിൻ്റെ ശരിക്കും നമുക്ക് ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു 2 വീലർ ഈ തരത്തിലേക്ക് നമുക്ക് മാറ്റാം, എളുപ്പത്തിൽ മാറ്റാം. അതിന് പെർമിറ്റ്, ആദ്യം അതിൻ്റെ ക്ലാസ് ഓഫ് എന്താണോ ക്ലാസ്, വെഹിക്കിളിൻ്റെ ക്ലാസ് ഓഫ് വെഹിക്കിൾ ആൾട്ടർ ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അതായത് ബൈക്ക് ടാക്സി ആക്കിയിട്ട് മാറ്റണം. അതിനൊരു ഇൻസ്പെക്ഷൻ ആവശ്യമുണ്ട്. പിന്നെ അതിന് മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പെർമിറ്റിന് അപേക്ഷ കൊടുക്കാം. ഈ തരത്തിൽ ഉപയോഗിക്കാനുള്ള ടാക്സി പെർമിറ്റിന് അപേക്ഷ കൊടുക്കാം. അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം വേണമെന്നില്ല, അദ്ദേഹത്തിന് ഒരു ടാക്സി ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ആ വാഹനം ഒരു 2 വീലർ ടാക്സി ആയിട്ട് തന്നെ ഉപയോഗിക്കാം. കേരളത്തിൽ ഇപ്പം പൊതുവെയാണെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത് വളരെ റെഗുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സാർ, ഇപ്പം ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ആളുകൾക്ക് ഒരു അജ്ഞതയുണ്ട് ഈ വിഷയത്തെ കുറിച്ചിട്ട്. ഒന്ന്, ഇത് ഭയങ്കര അനധികൃതമാണ് എന്ന തരത്തിലുള്ള ടോക്കാണ് കൂടുതൽ ഈ പ്രകോപനത്തിനും പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. മറ്റൊന്ന്, അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് ഏത് രീതിയിലാണ് പെട്ടെന്ന് എളുപ്പമാകുന്ന സാധ്യമാകുന്ന ഒരു കാര്യമാണോ എന്നുള്ളത്? അതെ, ആ നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ്. ശരിക്കും വാഹനം വില്ലിംഗ് ആയിട്ടുള്ള വാഹനം ഈ തരത്തിൽ ബൈക്ക് ടാക്സി ആക്കി മാറ്റാൻ വില്ലിംഗ് ആയിട്ടുള്ള വാഹനം, അതിൻ്റെ ഉടമ RTOയ്ക്ക് ഒരു അപേക്ഷ സമർപ്പിക്കുക, ഈ രീതിയിലേക്ക് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പ്രൊസീഡിങ്സ്, അതിനൊരു ഫീസും അടച്ച് പ്രൊസീഡിങ്സ് വാഹനം പരിശോധിക്കാൻ, അതായത് ഹാജരാക്കാൻ ആവശ്യപ്പെടും. അത് പരിശോധിച്ച് ഈ പർപ്പസിന് ഈ വാഹനം ഉപയോഗിക്കുന്ന ഉറപ്പ് വരുത്തി കഴിഞ്ഞ ശേഷം ആ ക്ലാസ് ബൈക്ക് ടാക്സി ആക്കിയിട്ട് മാറ്റും. ക്ലാസ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറയും. നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിളായിട്ട് നമ്മൾ മാറ്റം വരുത്തും. അതിനുശേഷം നമുക്ക് ഈ തരത്തിൽ ഓടാനുള്ള ഒരു പെർമിറ്റ്, RTA കൊടുക്കുന്ന ഒരു പെർമിറ്റ്, ആ പെർമിറ്റിന് അപേക്ഷ കൊടുക്കും, ഒരു ഫീസ് ഇട്ടിട്ട്. ഇതെല്ലാം വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാം ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഫീസ് അടയ്ക്കുന്നതൊക്കെ ഒരു യൂസർ ID പാസ്വേഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. വളരെ ലളിതവൽക്കരിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ. മാത്രമല്ല ഇതൊരു തൊഴിൽ സംരംഭത്വം കൂടി ആയതുകൊണ്ട് ആ തരത്തിലാണ് ഗവൺമെൻറ് അതിനെ കാണുന്നത്. വളരെ നിയമ സാധുതയാക്കി കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതവൽക്കരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പ്ലസ് ഇപ്പോൾ അതുപോലെ ആരെങ്കിലും ലൈസൻസിന് കാത്തു നിൽക്കുന്നുണ്ടോ? ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്, ലൈസൻസ് അല്ലാതെ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ്, എന്താണ് അവരോട് പറയാനുള്ളത്? തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ ഈ തരത്തിലുള്ള വാഹനങ്ങൾ ഓൾറെഡി ഉണ്ട്, നിലവിലുണ്ട്. ആ വാഹനങ്ങൾ നമുക്കിപ്പോൾ സർവീസ് ചെയ്യുന്നുമുണ്ട്. ഈ തരത്തിലുള്ള ഒരു 7ഓളം ആപ്ലിക്കേഷൻസ് ഇപ്പം പരിഗണനയിലാണ് ഇത് കൊടുക്കാനുള്ളത്. അതിൻ്റെ സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആവർത്തിക്കാതിരിക്കാനുള്ള കാരണം പൊതുജനങ്ങൾ മനസ്സിലാക്കുക, ഇത് ടാക്സി ആയിട്ട് മാറ്റിയ വാഹനങ്ങൾ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അല്ലാത്ത വാഹനങ്ങൾ അത് ഉപയോഗിക്കുന്ന അനധികൃതമായിട്ടാണ് അത് ഉപയോഗിക്കപ്പെടാൻ സാധ്യത.
യഥാർത്ഥത്തിൽ അത് ഒരാൾക്ക് അത് അറിയില്ലെങ്കിലും അത് ശ്രദ്ധിക്കുക. മഞ്ഞ ബോർഡാണ് അതിന് വേണ്ടത്. മഞ്ഞ ബോർഡ് ഉള്ള ടാക്സി വാഹനങ്ങളിൽ മാത്രം നമ്മൾ ഈ ടാക്സി പർപ്പസിന് ഉപയോഗിക്കുക. മറ്റുള്ള വാഹനങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ മഞ്ഞ ബോർഡും വെള്ള ബോർഡും ആയിട്ടുള്ള തരംതിരിക്കുന്ന അത് തന്നെയാണ് ഒരു പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു രീതി. അപ്പോൾ ആ രീതിയിൽ ജനങ്ങളും കൂടെ സഹായിക്കുക ഈ തരത്തിൽ. ഇത് നല്ലൊരു നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? കാരണം ഈ പറഞ്ഞതുപോലെ അനധികൃതം ഒരുപാടുണ്ടല്ലോ. അപ്പം ഐഡന്റിഫൈ ചെയ്യണമല്ലോ. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനിപ്പോൾ അയക്കാന്ന് പറയുന്നത് ഈ ഒരു മഞ്ഞ ബോർഡ് മാത്രമാണ്. അപ്പോൾ ആളുകൾ ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവും, സർവീസ് യൂസ് ചെയ്യുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം അതിൽ കയറുന്ന ആളുകൾ ഒരു സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കണമെങ്കിൽ ഈ പറഞ്ഞ ലൈസൻസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾക്കല്ലേ പറ്റും? അതെ തീർച്ചയായും. കാരണം ആ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്ന രീതി അതിനുള്ള ഒരു പെർമിറ്റ് ഉള്ള വാഹനങ്ങളാണ് ഈ തരത്തിൽ ബൈക്ക് ടാക്സികൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നിയമസാധുത ആ വാഹനത്തിനായതുകൊണ്ട് മറ്റുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ പരിഗണനയും, ഇപ്പോൾ ഇൻഷുറൻസ് ആണെങ്കിലും ക്ലെയിം ആണെങ്കിലും നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും അവർക്ക് അനുകൂലമായിരിക്കും. ഇവിടെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഈ അനധികൃതമായിട്ട് ഒഴുകിയുള്ള വാഹനങ്ങൾ ഞങ്ങളിപ്പം 4ഓളം കേസുകളാണ് എടുത്തിരിക്കുന്നത്. 4ഓളം കേസുകളിൽ ആദ്യത്തെ ഒരു ഇതെന്നുള്ള രീതിയിൽ ഈ വാഹന ഉടമകളെ വിളിച്ചു വരുത്തിയിട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അവർക്ക് എപ്പോഴാണ് ശരിക്കും അത് മനസ്സിലാകുന്നത് ഈ രീതിയിലൊക്കെ എടുക്കണമെന്ന്. അവർ ഇപ്പം ഈ പെർമിറ്റിന് അപേക്ഷ കൊടുക്കാൻ ബില്ലിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ തീർച്ചയായും ഞങ്ങളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ കർശനമായ നടപടി എന്തായാലും സ്വീകരിക്കുന്നതാണ്. പരിശോധനകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആ രീതിയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ തന്നെ ഞങ്ങൾ അത് കൈകാര്യം ചെയ്യും.